സെക്ഷൻ 31 സബ്സെക്ഷൻ 2 പറയുന്നത് കൂടാതെ അപ്പൊ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 31 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 31 എന്താ പറയുന്നത് അറിയോ? ലൈസൻസിങ്ങിനെ കുറിച്ചാണ്. അതായത് ഫുഡ് ബിസിനസ് നടത്തുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ലൈസൻസ് വാങ്ങിയിരിക്കണം എന്ന് പറയുന്ന പ്രൊവിഷനാണ് സെക്ഷൻ 31. അതിന്റെ ക്ലോസ് 2 പറയുന്നത്, അതായത് നമുക്ക് ഇവിടെ പറയുന്നത് സബ്സെക്ഷൻ 2 പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്മോൾ സ്കെയിൽ പിറ്റി മാനുഫാക്ചറുകളാണെങ്കിൽ, അതായത് അന്നന്ന് സാധനങ്ങൾ ഉണ്ടാക്കി അന്നന്ന് വിൽക്കുന്ന ഈ ചെറിയ തോതിലുള്ള സ്മോൾ സ്കെയിൽ ആയിട്ട് ബിസിനസ് നടത്തുന്ന മാനുഫാക്ചറേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ എന്ത് ചെയ്യണം? ഒരു അതോറിറ്റി ആക്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും, റെഗുലേഷൻ വഴി ഒരു അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും ലോക്കൽ ഏരിയയിൽ. ആ അതോറിറ്റി എടുത്ത് പോയി രജിസ്റ്റർ ചെയ്യണം, അത്രേ ഉള്ളൂ. ലൈസൻസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 31 പറയുന്നത്. ഇനി അതായത് അവർക്ക് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഫുഡ് മാനുഫാക്ചറോ ഫുഡ് സെല്ലേഴ്സോ ഒന്നും അല്ല അവര്. അത് കൂടാതെ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ബാധിക്കാതെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ സെർച്ച് ചെയ്യാം എനി പ്ലേസ്. അതായത് അത്തരത്തിലുള്ള ആൾക്കാരുടെ സ്ഥലമാണെങ്കിൽ പോലും സെർച്ച് ചെയ്യാനുള്ള അവകാശം ഫുഡ് സേഫ്റ്റി ഓഫീസറിനുണ്ട്. ഈവൻ ദോ അവർ ലൈസൻസ്ഡ് ഫുഡ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പോലും, അവരുടെ സ്ഥലപ്പിറ്റി മാനുഫാക്ചർ ആണെങ്കിൽ പോലും അവരുടെ പ്ലേസും സെർച്ച് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഫുഡ് സേഫ്റ്റി ഓഫീസറിനുണ്ട്. അപ്പൊ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 31 ഫുഡ് സേഫ്റ്റി ഓഫീസറിന് സെർച്ച് ചെയ്യാം എനി പ്ലേസ്, എന്നിട്ട് സീസ് ചെയ്യാം എനി ആർട്ടിക്കിൾ ഓർ ഫുഡ് ഓർ അഡൾട്ടറന്റ് ഇഫ് there is a reasonable doubt about them being involved in the commission of any offense relating to food, and shall thereafter inform the designated officer of the action taken by him in writing. സെർച്ച് ചെയ്യാം, സീസ് ചെയ്യാം ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ അഡൾട്ടറന്റോ എന്താണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് റീസണബിൾ ഡൗട്ട് തോന്നുന്നുണ്ട് ആ അഡൾട്ടറന്റ് അല്ലെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അത് ആ അഡൾട്ടറന്റ് മോശമായ രീതിയിലായിരിക്കാം അഡൾട്ടറന്റ് ആഡ് ചെയ്തിരിക്കുന്നത്, ലിമിറ്റിൽ കൂടുതൽ അഡൾട്ടറന്റ് ആഡ് ചെയ്തു, ഫുഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സാഹചര്യമോ കണ്ടീഷനോ നമ്മുടെ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചുള്ളതല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കോൺട്രവെൻഷൻ, ഒരു വയലേഷൻ സംഭവിച്ചു എന്ന് ഉറപ്പാണ്, ഒരു റീസണബിൾ ഡൗട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സീസ് ചെയ്യാൻ പറ്റും. ആ ഫുഡും ആ അഡൾട്ടറന്റ് എന്താണോ അത് സീസ് ചെയ്യാനായിട്ട് സാധിക്കും. സീസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, എന്താ ചെയ്യേണ്ടത്? ആൻഡ് ഷാൾ thereafter എന്നാണ്. നിർബന്ധമായിട്ടും ഇത് സീസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ ഇൻഫോം ചെയ്യണം? ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ ഇൻഫോം ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തു എന്ന് ഇൻഫോം ചെയ്യണം ഇൻ റൈറ്റിംഗ്. അതായത് ഞാനൊരു പ്ലേസിൽ പോയി സെർച്ച് നടത്തിയപ്പോൾ എനിക്ക് അവിടുന്ന് റീസണബിൾ ഡൗട്ട് തോന്നി, ഈ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അഡൾട്ടറന്റ് ഇവിടെ വെച്ചിരിക്കുന്നത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ന് എനിക്കൊരു റീസണബിൾ ഡൗട്ട് വന്നു. ആ റീസണബിൾ ഡൗട്ട് വന്നത് കൊണ്ട് തന്നെ ഞാനത് സീസ് ചെയ്തു എന്ന് എനിക്ക് അത് റീസണബിൾ ഡൗട്ട് ആയിട്ട് ഞാനത് സീസ് ചെയ്തു എന്ന വിവരം ഇൻ റൈറ്റിംഗിൽ ആരെ അറിയിക്കണം? ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ അറിയിക്കണം. ഷോൾ ആണ് യൂസ് ചെയ്തിരിക്കുന്ന വാക്ക്, അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അത് അറിയിച്ചിരിക്കണം. ഇനി save as in this act otherwise expressly provided. save as otherwise expressly provided എന്ന് വെച്ചാൽ ഈ ആക്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അത് സേവ് ചെയ്തിരിക്കണം. അതായത് അത് ഈ ആക്ട് കൂടാതെയും ആ പ്രൊവിഷൻസ് എക്സിസ്റ്റ് ചെയ്യും. അതെന്തൊക്കെയാണ്? പ്രൊവിഷൻസ് ഓഫ് ദി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് റിലേറ്റിംഗ് ടു സെർച്ച്, സീഷർ, സമൻസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ ഷാൽ അപ്ലൈ as far as may be to all actions taken by the food safety officer under this act. അതായത് എക്സ്പ്രസ്ലി മറ്റെവിടെങ്കിലും മാറ്റി പറഞ്ഞില്ലാത്ത സ്ഥിതിക്ക്, അതായത് വേറെ ഏതെങ്കിലും റൂൾ ആണ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞില്ല എങ്കിൽ എല്ലാ കേസിലും സെർച്ചുമായിട്ട് ബന്ധപ്പെട്ടും സീഷറുമായിട്ട് ബന്ധപ്പെട്ടും സമനുമായിട്ട് ബന്ധപ്പെട്ടും ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? CRPC ആയിരിക്കും. CRPCയിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ പ്രൊവിഷൻസ് ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പോവുക. സീഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് CRPCയിൽ പറഞ്ഞിരിക്കുന്നത്? ആ പ്രൊവിഷൻസ് ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫോളോ ചെയ്യേണ്ടത്. സമൻസ് അയക്കുന്നത് അതാണ് ഫോളോ ചെയ്യേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ അതാണ് ഫോളോ ചെയ്യേണ്ടത്. പ്രോസിക്യൂഷൻ അതാണ് ഫോളോ ചെയ്യേണ്ടത്. ടു ഓൾ ആക്ഷൻ ടേക്കൺ ബൈ ദി ഫുഡ് സേഫ്റ്റി ഓഫീസർ അണ്ടർ ദിസ് ആക്ട് പ്രൊവൈഡഡ് സേവ് as expressly otherwise. അതായത് മറ്റേതെങ്കിലും പ്രൊവിഷൻ എടുക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നോക്കിയ പ്രൊവിഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 41 ആണ്. സെക്ഷൻ 41ലാണ് പവർ ഓഫ് സെർച്ചിനെ കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ സെക്ഷൻ 42ൽ മറ്റൊരു പ്രൊവിഷൻ ആയിരിക്കും പറയുന്നുണ്ടാവുക. ആ പ്രൊവിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ പ്രൊവിഷൻ എക്സൈസ് ചെയ്യുമ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ CPCയുടെ പവർ ആണ് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ എവിടെങ്കിലും എടുത്ത് മറ്റേതെങ്കിലും ഒരു ആക്ട് ആണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ബാക്കി എല്ലാ സിറ്റുവേഷനിലും എന്തിൽ നിന്നാണ് പവർ എടുക്കേണ്ടത് സെർച്ച് ചെയ്യാൻ CRPC നോക്കാം, സീസ് ചെയ്യാൻ CRPC നോക്കാം.
എവിടെ സമ്മൻസ് അയക്കാൻ CRPC നോക്കുക, ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്, പ്രോസിക്യൂഷൻ എങ്ങനെയാണ്, CRPC നോക്കുക. CRPC ആണ് ഫോളോ ചെയ്യേണ്ടത് ആര്? ഫുഡ് സേഫ്റ്റി ഓഫീസർ. എക്സ്പ്രസ്ലി മറ്റേതെങ്കിലും ആക്ട് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്ട് ഫോളോ ചെയ്യുക. ഇവിടെ നമ്മൾ ഇതുവരെ നോക്കിയതിൽ ഒരിടത്തും CRPC അല്ലാതെ മറ്റൊരു ആക്ടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ലയബിലിറ്റി എന്താണ്? നമ്മൾ ഇവർക്ക് കുറെ പവർ പറഞ്ഞു, ഇവരുടെ കുറെ ജോലി പറഞ്ഞു, ഡ്യൂട്ടി പറഞ്ഞു. ഇനി ഇവർക്ക് ലയബിലിറ്റി, അതായത് ഇവരെന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ ഇവർക്ക് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ശിക്ഷ, അല്ലെങ്കിൽ ഇവരുടെ ലയബിലിറ്റി എന്താണെന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സെക്ഷൻ 39 ആണ് ലയബിലിറ്റി പറയുന്നത്. അതനുസരിച്ച് any food safety officer exercising power under this act or rules or regulation made thereunder who ഏതെങ്കിലും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ പവർ എക്സൈസ് ചെയ്യാണ്, ആക്ടിലുള്ളതായിരിക്കാം, റൂളിലുള്ളതായിരിക്കാം, റെഗുലേഷനിലുള്ളതായിരിക്കാം. ആ പവർ എക്സൈസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ആ പവർ എക്സൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്സേഷ്യസ്ലി ആൻഡ് വിതൗട്ട് എൻ റീസണബിൾ ഗ്രൗണ്ട്. അതായത് അയാൾക്ക് സീസ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ അഡൾട്ടറന്റോ ഫുഡോ സീസ് ചെയ്യാം. ഈ സീസ് ചെയ്യാനായിട്ടുള്ള അയാൾ അധികാരം നമ്മൾ പറഞ്ഞു റീസണബിൾ ബിലീഫ് ഉണ്ടെങ്കിലായിരിക്കണം, അല്ലെങ്കിൽ റീസണബിൾ ഡൗട്ട് ഉണ്ടെങ്കിലായിരിക്കണം, എന്തെങ്കിലും വയലേഷൻ സംഭവിച്ചു എന്നോ അയാൾക്ക് തോന്നുന്നെങ്കിലായിരിക്കണം. വെറുതെ കയറി സീസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ സീസ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ അവകാശം ഇയാൾ വെക്സേഷ്യസ്ലി ഓർ വിതൗട്ട് എൻ റീസണബിൾ ഗ്രൗണ്ട്. വെക്സേഷ്യസ്ലി എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു റീസണബിൾ ഗ്രൗണ്ടിലാന്ന് വെച്ചാൽ ഒരു കാരണവും ഇല്ലാതെ. വെക്സേഷ്യസ്ലി എന്ന് വെച്ചാല് മനഃപൂർവ്വം, അതായത് ഞാൻ അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി മുൻകരുതലോടുകൂടി, നമ്മൾ മുൻവൈരാഗ്യത്തോടു കൂടി അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നില്ലേ, അതാണ് വെക്സേഷ്യസ്ലി. അപ്പൊ വെക്സേഷ്യസ്ലി ആണെങ്കിലോ ഒരു റീസണബിൾ ഗ്രൗണ്ട് ഇല്ലാതെയോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം സീസ് ചെയ്യുകയാണെങ്കിലോ പിന്നെന്താണ്, commits any other act to the injury of any person without having reason to believe that such act is necessary for the execution of his duty. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്ന രീതിയിൽ, ഇഞ്ചുറി എന്ന് വെച്ചാൽ നമ്മൾ നോർമലി മനസ്സിലാക്കുന്ന ബോഡിലി ഇഞ്ചുറി, മുറിവ്, അതല്ല. ഇഞ്ചുറി എന്ന് വെച്ചാൽ ലോയില് ഇഞ്ചുറി എന്ന വാക്കിന്റെ അർത്ഥം വയലേഷൻ ഓഫ് റൈറ്റ് എന്നാണ്. വയലേഷൻ ഓഫ് റൈറ്റ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു റൈറ്റ്, ഞാൻ എന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് വഴി വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടായി എന്ന് നമ്മൾ പറയും. അതാണ് ലീഗൽ മീനിങ്. അപ്പൊ ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താണ്? മുറിവല്ല, പകരം എന്താണ്? ഏതെങ്കിലും ഒരു വയലേഷൻ, ഒരു ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ആണ് നമ്മൾ ഇഞ്ചുറി എന്ന് വിളിക്കാം. അപ്പോ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യാണ്, കമ്മിറ്റ്സ് എനി അതർ ആക്ട് ടു ദ ഇഞ്ചുറി ഓഫ് എ പേഴ്സൺ വിതൗട്ട് ഹാവിംഗ് റീസൺ ടു ബിലീവ് ദാറ്റ് സച്ച് ആക്ട് ഈസ് നെസസറി ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ഹിസ് ഡ്യൂട്ടി. എനിക്കൊരു റീസണും ഉണ്ടായിരുന്നില്ല, ഞാൻ ആ കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം, എന്റെ ഡ്യൂട്ടിയാണത് ചെയ്യേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെറ്റും മറ്റൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്ന് എനിക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റും ആ വ്യക്തി ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ആ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാനൊരു ആക്ട് ചെയ്തു, ഞാൻ ആ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സീസ് ചെയ്തു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് സാമ്പിൾ എടുത്തു, ആ വ്യക്തിയുടെ ഫുഡ് തടഞ്ഞു വെച്ചു, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് കരുതുക. ആ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, എന്റെ ഡ്യൂട്ടി അല്ല അത്. ആ വ്യക്തി വളരെ നിയമാനുസൃതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നിട്ട് പോലും ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടായി എന്ന് നമ്മൾ പറയും. അതായത് അയാളുടെ റൈറ്റ് ആയിരുന്നു അത് വിൽക്കുക എന്നുള്ളത്, അയാൾ നിയമാനുസൃതമായിട്ടാണ് അത് വിൽക്കുന്നത്, അതിൽ ഇടപെടാനുള്ള ഒരു അവകാശം ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്കില്ല, എന്നിട്ടും ഞാൻ ഇടപെട്ടു, അപ്പൊ അയാളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു, അതായത് അയാൾക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായി. ഇനി അങ്ങനെ ഒരു ഇഞ്ചുറി ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടായി ഞാൻ കാരണം, അങ്ങനെയാണെങ്കിലോ ഷാൽ ബി ഗിൽറ്റി ഓഫ് ആൻ ഒഫൻസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, ഒന്ന്, ഒരു വ്യക്തിക്ക് എന്റെ ആക്ട് കാരണം ഇഞ്ചുറി ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ വെക്സേഷ്യസ്ലിയോ ഒരു റീസണബിൾ ഗ്രൗണ്ടും ഇല്ലാതെയോ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ സീസ് ചെയ്തു, ഫുഡ് ഓർ എനി ഗ്രൗണ്ടിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ സീസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു ആക്ട് മറ്റൊരു വ്യക്തിയുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തു, അയാൾക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാക്കിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിന് ഗിൽറ്റി ആയിരിക്കും? ഷാൽ ബി ലയബിൾ ഫോർ പെനാൽറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees. 1 ലക്ഷം രൂപ വരെ, അതായത് 1 ലക്ഷം രൂപ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്ക് പെനാൽറ്റി എന്ന് പറയുന്നത് 1 ലക്ഷം വരെ, മാക്സിമം 1 lakh ആണ്. മാക്സിമം എനിക്ക് 1 ലാഖിന് താഴെയുള്ള ഒരു തുകയായിരിക്കും എനിക്ക് എന്ത് ചെയ്യാം, പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യാനായിട്ട് പോവാം. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് എനി ഫാൾസ് കംപ്ലൈന്റ് ഈസ് മെയ്ഡ് അഗെയിൻസ്റ്റ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് നമുക്ക് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ പവേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫുഡ് സേഫ്റ്റി ഓഫീസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡീല് ചെയ്യാനുള്ള അവകാശം ഡെസിഗ്നേറ്റഡ് ഓഫീസറിനുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് ഫോൾസ് ആണെന്ന് കരുതുക. ഏതെങ്കിലും ഒരു ഫോൾസ് കംപ്ലൈന്റ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് സോ
that the complainant shall be guilty of an offense under this act. ആരാണോ ആ കംപ്ലൈന്റ് കൊടുക്കുന്ന വ്യക്തി ഫോൾസ് ആണ് കംപ്ലൈന്റ് എങ്കിൽ അത് തെളിയിക്കപ്പെട്ടു ഫോൾസ് ആണെന്ന്, അങ്ങനെയാണെങ്കിൽ ആ കംപ്ലൈന്റിന് he shall be punishable with the time fine which shall not be less than 50,000 rupees but may extend to 1 lakh rupees. ഇതും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ എനി ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് 1 lakh എന്നേ പറയുന്നുള്ളൂ. അത് 0 to 1 lakh ആണ് കോടതിന് വിധിക്കാൻ പറ്റുന്നത്. 0 പൈസ മുതൽ 1 ലക്ഷം വരെ വിധിക്കാം, എത്ര വേണമെങ്കിലും വിധിക്കാം. അതായത് ഒരു മിനിമം എമൗണ്ട് ഇല്ല, മാക്സിമം 1 lakh വരെ എത്ര വേണമെങ്കിലും എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ഫോൾസ് കംപ്ലൈന്റ് ഒരു വ്യക്തി കൊടുക്കുകയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന് അഗെയിൻസ്റ്റ് ആണെന്നുണ്ട്, അത് ഫോൾസ് ആണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിക്ക് ഫൈൻ അടയ്ക്കണം, അതാണ് ശിക്ഷ. ആ ഫൈൻ എന്ന് പറയുന്നത് 50,000-നും 1 lakhനും ഇടയിലായിരിക്കണം. അതായത് ഇവിടെ ഒരു മിനിമം എമൗണ്ട് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് 50,000 ടു ദ മാക്സിമം ഓഫ് 1 lakh. രണ്ടിടത്ത് മാക്സിമം 1 lakh തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു മിനിമം എമൗണ്ട് ഇല്ല, ഇവിടെ ഒരു മിനിമം എമൗണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പണിഷ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ലയബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ ആണ് ഓർക്കേണ്ടത്. ഒന്നാമത് സെക്ഷൻ 39-ലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ലയബിലിറ്റി പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സെക്ഷൻസ് മെർജ്ഡ് ആണ്, ഓർഡർ സെക്ഷൻ വൈസ് അല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാരണം സെക്ഷൻ വൈസ് എടുത്താൽ നമുക്കൊന്നും മനസ്സിലാവൂല. ഒരു സെക്ഷൻ, ഇപ്പൊ സെക്ഷൻ 14 ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണെങ്കിൽ സെക്ഷൻ 16 പറയണത് പവേഴ്സ് ഓഫ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇവർ സെക്ഷൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിക് വൈസ് പോകുന്നത്. ആദ്യം നമ്മൾ ഫുഡ് അതോറിറ്റി ഓഫ് ഇന്ത്യനെ കുറിച്ച് മൊത്തം കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോർ ബോഡി, സയന്റിഫിക് പാനൽ, സയന്റിഫിക് കമ്മിറ്റി, സെൻട്രൽ അഡ്വൈസറി ബോഡി, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ എൻഫോഴ്സ്മെന്റിലേക്ക് എത്തിയത്. എൻഫോഴ്സ്മെന്റിൽ നമ്മൾ ആദ്യം ഫുൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. സ്റ്റേറ്റ് ബോഡി ഉണ്ട്, ഫുഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, അവരെങ്ങനെയാണ് ഇത് എൻഫോഴ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് കൂടാതെ കമ്മീഷണർ ഉണ്ട്, ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ട്, അതുകൂടാതെ ഫുഡ് അനലിസ്റ്റുകളുണ്ട്, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഉണ്ട്. ഈ 5 ബോഡിയാണ് ഇനി എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ കമ്മീഷണറെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പവേഴ്സും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ കുറിച്ച് പറഞ്ഞു, പവേഴ്സും ഫംഗ്ഷൻസും പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് കുറച്ച് ലെങ്തി, അതിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, അവരുടെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് കുറെ ക്ലോസസ് ഉണ്ട്, ഏകദേശം ഒരു 9 ക്ലോസോളം ഉണ്ട്. അതിനുശേഷം ലയബിലിറ്റി. ഇനി എൻഫോഴ്സ്മെന്റ് മെത്തേഡ്. അപ്പൊ നമ്മൾ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന ഓഫീസറുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു, ആരെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സാമ്പിൾ എടുക്കേണ്ട അവകാശം ആർക്കാണ്? ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. സീസ് ചെയ്യേണ്ട അവകാശം ഫുഡ് സേഫ്റ്റി ഓഫീസർക്കാണ്. ഈ സാമ്പിൾ ഇദ്ദേഹം എടുത്തിട്ട് ചില കേസിൽ സ്വയം ഫുഡ് അനലിസ്റ്റിന് അയച്ചു കൊടുക്കാം, ചില കേസിൽ എന്ത് ചെയ്യണം, അഡൾട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ആർക്ക് അയച്ചു കൊടുക്കാം? ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് അയച്ചു കൊടുക്കാം, റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സാമ്പിൾ എടുക്കുക, അനാലിസിസിന് കൊടുക്കുക. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ എന്താണ്? സാമ്പിൾ എടുക്കുന്നതിന്റെ പ്രൊസീജിയർ എന്താണ്? അനാലിസിസിന് കൊടുക്കുന്നതിന്റെ പ്രൊസീജിയർ എന്താണ്? എങ്ങനെയാണ് ആക്ട് തെറ്റ് കോൺട്രിബ്യൂൺ ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന പ്രൊസീജിയർ, ഏത് മെത്തേഡ് ആണെന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോ സെക്ഷൻ 31 ആദ്യം നമ്മൾ ആക്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ് നമ്മൾ ആദ്യം എന്ത് കൊണ്ടുവന്നു? ആരൊക്കെയാണ് ഫുഡ് ബിസിനസ്സിൽ ഏർപ്പെടുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരെയൊക്കെയാണ് മോണിറ്റർ ചെയ്യേണ്ടതെന്നും എവിടൊക്കെ പോയാണ് സെർച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ അറിയാൻ പറ്റും. അപ്പം ആദ്യം നമ്മളൊരു കണക്കെടുക്കലാണ് നടത്തേണ്ടത്. എത്ര ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ്, സെയിൽ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, മാനുഫാക്ചർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എത്ര ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? സെക്ഷൻ 31 കൊണ്ടുവന്നു. ഇതനുസരിച്ച് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ്. ഏത് ഫുഡ് ബിസിനസ്സിൽ ഏർപ്പെടുന്നവരാണെങ്കിലും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുകയും ലൈസൻസ് എടുക്കുകയും വേണം. അപ്പൊ അതിന് ആദ്യം വരുന്നതാണ് ക്ലോസ് 1. നോ പേഴ്സൺ ഷാൽ കമൻസ് ഓർ ക്യാരി ഓൺ ഫുഡ് ബിസിനസ് എക്സെപ്റ്റ് അണ്ടർ എ ലൈസൻസ്. പുതിയതായിട്ട് ഒരു വ്യക്തിക്ക് കമൻസ് ചെയ്യാനും പറ്റില്ല, നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ക്യാരി ഓൺ ചെയ്യാനും പറ്റില്ല, രണ്ടും പറ്റില്ല. ഒരു വ്യക്തിക്ക് തുടങ്ങണമെങ്കിലും ലൈസൻസ് വേണം. ആക്ട് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരു വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ലൈസൻസ് എടുക്കണം. അപ്പം കമൻസ് ചെയ്യാനോ ക്യാരി ഓൺ ചെയ്യാനോ അവർ എന്ത് ചെയ്യുക? ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഇല്ലാണ്ട് ആർക്കും ഫുഡ് ബിസിനസ് കമൻസ് ചെയ്യാനോ കണ്ടിന്യൂ ചെയ്യാനോ സാധിക്കില്ല. അതാണ് ആദ്യം പറഞ്ഞത്. ഇനി ക്ലാസ് 2 എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1, അതായത് ലൈസൻസ് എടുക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ പ്രൊവിഷൻ ആർക്ക് അപ്ലൈ ചെയ്യില്ല? പെറ്റി മാനുഫാക്ചറർ who himself manufactures or sells articles of food, or a petty retailer, hawker, itinerant, or a temporary stall holder, or a small scale or cottage or such other industries relating to food business. അതായത് ഈ പെറ്റി മാനുഫാക്ചർ, പിന്നെ നമ്മുടെ ഈ തട്ടുകടകള്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളിലേക്കൊന്നും അന്നത്തേക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി അന്നു തന്നെ അത് വിറ്റ് തീർക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ, ഈ ഫുഡ് സ്റ്റോറിങ്ങോ അഡൾട്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാത്ത
അന്നത്തേക്ക് മാത്രമായിട്ട് സ്മോൾ സ്കെയിലിലും റീറ്റെയിലും ഒക്കെ ഫുഡ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാരെ ഈ ലൈസൻസിംഗിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് പിന്നെ ടൈനി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, പക്ഷെ ഇവർ എന്ത് ചെയ്യണം? ഇവർ ലൈസൻസ് എടുക്കണ്ട, ബട്ട് they shall register themselves with such authority and in such manner as may be specified by the regulation. റെഗുലേഷൻസിൽ പറയുന്നുണ്ട് ഇത്തരം വ്യക്തികള് ഏത് അതോറിറ്റിയിലാണ് ഏത് രീതിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? ലൈസൻസിന് പകരം ഇത്തരം പെറ്റി മാനുഫാക്ചേഴ്സ്, സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്, എന്താ പറയാ വെൻഡേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്യണം. അവരൊരു ഫുഡ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളാണെന്നുള്ള ഒരു രജിസ്ട്രേഷൻ അവർ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ആരെടുത്താണ് ചെയ്യേണ്ടതെന്നും എന്ത് പ്രോസസ്സിലാണ് ചെയ്യേണ്ടതെന്നും എവിടെ പറയും? റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. വിതൗട്ട് പ്രിജുഡൈസ് ടു ദ അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം വുഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ ഓർ അഫക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. പക്ഷേ ഇവർക്ക് ലൈസൻസിങ് ഒന്നും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു, രജിസ്ട്രേഷൻ മതിയെന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ എന്തിൽ ഏർപ്പെടാൻ പാടില്ല? ഈ നമ്മുടെ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ ആക്ടിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു രീതിയിൽ ഒരു ആക്ടിവിറ്റിയിലും അവർ ഏർപ്പെടാൻ പാടില്ല. അവർ ഏർപ്പെടില്ല നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ എന്താണ്? നിലവിൽ എന്താണ് കമൻസ് ചെയ്യാനോ കണ്ടിന്യൂ ചെയ്യാനോ ലൈസൻസ് ആവശ്യമുണ്ട്. പക്ഷെ കുറച്ച് പേര് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സംപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അവർ എവിടെയും അവരുടെ രേഖകൾ ഇല്ല എന്നല്ല, ലൈസൻസിന് പകരം അവർ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഇനി any person desirous to commence or carry out any food business shall make an application for grant of license to the designated officer in such manner containing such particulars and fees as may be specified by regulations. അപ്പൊ റെഗുലേഷൻസിൽ പറയുന്നുണ്ട് ഏത് രീതിയിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ ആണ്, എത്രയാണ് ഫീസ് എന്നൊക്കെ റെഗുലേഷനിലാണ് പറയുന്നത്. ഇതൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ എഴുതി ഉണ്ടാക്കി ആർക്ക് കൊണ്ട് കൊടുക്കുക? ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് കൊണ്ട് കൊടുക്കുക. അപ്പൊ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലൈസൻസ് ഗ്രാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങിയതിനു ശേഷം മാത്രമേ, ആപ്ലിക്കേഷൻ കൊടുത്ത് ലൈസൻസ് വാങ്ങിയ ശേഷമേ പുതുതായിട്ട് ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. The designated officer on receipt of the application under subsection 3 ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്തു? ഈ റെഗുലേഷൻസ് നോക്കി എന്തൊക്കെ വേണം എന്ന് ആപ്ലിക്കേഷൻ എഴുതി ഫീസ് പേ ചെയ്തു. ആ ആപ്ലിക്കേഷൻ കൊണ്ടുപോയി ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ കയ്യിൽ കൊടുത്തു. ഇനി ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യാം? ഒന്ന്, either grant the license. ആ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെന്ന് പുള്ളിക്ക് തോന്നുകയാണ്, ഞാൻ എല്ലാ റൂൾസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എനിക്ക് ലൈസൻസ് തരിക, ഗ്രാന്റ് ചെയ്യുക ലൈസൻസ്. അല്ലെങ്കിൽ refuse to grant a license to any applicant. അല്ലെങ്കിൽ എനിക്ക് റെഫ്യൂസ് ചെയ്യാം. ഒന്നുകിൽ ഗ്രാന്റ് ചെയ്യാം ഡയറക്ട്ലി, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാം. പക്ഷെ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ആഫ്റ്റർ ഗിവിംഗ് ആപ്ലിക്കന്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. കാരണം എന്താണ്? ഞാനൊരു ഡിസിഷൻ ആണ് എടുക്കുന്നത്, കൊടുക്കണോ വേണ്ടയോ. അപ്പൊ ഏതെങ്കിലും ഒരു ബോഡി അങ്ങനെ ഒരു എസ് ഓർ നോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ റൈറ്റ് ആ ഡിസിഷൻ വഴി നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഫുഡ് ബിസിനസ് തുടങ്ങാനുള്ള റൈറ്റ് കൊടുക്കണോ വേണ്ടതെന്നാണ് നമ്മൾ ഡിസിഷൻ വഴി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു റൈറ്റ് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് എടുക്കണം? ഏത് വ്യക്തിയാണോ നമ്മൾ തീരുമാനിക്കപ്പെടാൻ പോകുന്ന വ്യക്തി ആരാണോ അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ഓഫ് ബീങ് ഹേർഡ്. അത് എന്ത് പ്രിൻസിപ്പിൾ ആണ്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. അപ്പൊ അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കുക. ആൻഡ് ഫോർ റീസൺസ് റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ്. ഞാൻ ആ വ്യക്തിയെ വിളിച്ചു വരുത്തി ആ വ്യക്തിയോട് പറയാണ്, ശരി ഞാൻ നിങ്ങൾക്ക് ലൈസൻസ് തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ചോദിക്കും. ആ വ്യക്തി എന്തുകൊണ്ട് അയാൾക്ക് ഞാൻ ലൈസൻസ് കൊടുക്കണം എന്ന് കാര്യകാരണങ്ങൾ സഹിതം എന്നോട് പറഞ്ഞു തരും. ഇത് പറഞ്ഞ് ഞാൻ കേൾക്കണം. കേട്ടിട്ടും എനിക്ക് തോന്നുകയാണ് ഇല്ല, എനിക്ക് ഇയാൾക്ക് ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല, ഈ വ്യക്തിക്ക് ഞാൻ ലൈസൻസ് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അത് നിഷേധിച്ചു എന്ന് റീസൺ സഹിതം ഞാൻ എഴുതണം. ഫോർ റീസൺസ് റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് it is necessary to so do in the interest of public health and shall make available the applicant a copy of the order. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിഷേധിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഒന്ന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അത് വേറെ. അത് കൂടാതെ എന്താണ് ഞാൻ നിഷേധിക്കാനുള്ള റീസൺ എന്ന് ഞാൻ എഴുതി പിടിപ്പിച്ച് ഒരു റൈറ്റിംഗിലാക്കണം. കൂടാതെ തന്നെ ഞാൻ ഉറപ്പ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഞാൻ ഉറപ്പ് വരുത്തണം. എന്ത്? ഞാൻ ഈ വ്യക്തിക്ക് ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അത് പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു ഡു ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്കിൽ ഞാൻ ഇയാൾക്ക് റിജക്ട് ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യുന്ന ശരിയായ തീരുമാനം എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ റീസൺസ് റെക്കോർഡ് ചെയ്ത് റൈറ്റിംഗിൽ എഴുതിയിട്ട് ഞാൻ അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാം.
അപ്പൊ റിജക്ഷൻ കുറച്ച് ലെങ്തി പ്രോസസ് ആണ്. റിജക്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആപ്ലിക്കന്റിനെ വിളിക്കണം, അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം. കൂടാതെ എനിക്ക് ആ കേൾക്കുന്നതിൽ നിന്ന് ഉറപ്പാവണം ഞാൻ ഇയാൾക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന്. പബ്ലിക് ഇൻട്രസ്റ്റിന് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് ഉറപ്പാവണം. ഇതൊന്നും കൂടാതെ എന്നാണ് ഞാൻ കൊടുക്കാതിരിക്കാനുള്ള റീസൺ ഞാൻ എഴുതി പിടിപ്പിക്കണം. എഴുതി പിടിപ്പിച്ചിട്ടേ ഞാൻ ഇയാൾക്ക് ലൈസൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഈ ഓർഡർ ഉണ്ടല്ലോ, ലൈസൻസ് റിജക്ട് ചെയ്യാനുള്ള ഓർഡർ എലോങ് വിത്ത് ദ റീസൺ, എന്തുകൊണ്ടാണ് ഞാൻ റിജക്ട് ചെയ്യുന്നുള്ള റീസൺ കൂടെ എഴുതി ഒരുമിച്ച് ഞാൻ അത് ആർക്ക് കൊടുക്കണം, അതിന്റെ ഒരു കോപ്പി ആ വ്യക്തിക്ക് കൊടുക്കണം. അപ്ലൈ ചെയ്ത ആളാണോ അയാൾക്ക് ഞാൻ ആ ഓർഡറിന്റെ ഒരു കോപ്പി സെർവ് ചെയ്യണം. അപ്പൊ ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഇനി if a license is not issued within 2 months from the date of making the application or his application is not rejected. എനിക്ക് ആപ്ലിക്കേഷൻ, ഞാൻ ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്, എനിക്ക് ആപ്ലിക്കേഷൻ കിട്ടിയ ഒരു ആപ്ലിക്കന്റിന്റെ ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലൈസൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ആപ്ലിക്കേഷൻ കിട്ടി. ഈ ആപ്ലിക്കേഷൻ ഞാൻ റിജക്ട് ചെയ്തില്ല, എന്നാൽ ഗ്രാന്റ് ചെയ്തതില്ല. 2 മാസം കഴിഞ്ഞു. അപ്പോ വിത്തിൻ 2 monthsനുള്ളിൽ ഞാൻ അയാൾക്ക് ലൈസൻസ് കൊടുത്തില്ല, അതായത് ലൈസൻസ് ഗ്രാന്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ 2 മാസമായിട്ടും ഇതുവരെ ആ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദി ആപ്ലിക്കന്റ് മേ സ്റ്റാർട്ട് ഹിസ് ഫുഡ് ബിസിനസ് ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദി സെറ്റ് പീരീഡ്. 2 മാസം ആപ്ലിക്കേഷൻ കൊടുത്ത് 2 മാസത്തിനുള്ളിൽ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ലെങ്കിലോ റിജക്ട് ചെയ്തു എന്നൊരു വിവരം ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്ത് ചെയ്യാം, ആ 2 മാസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കന്റ് മേ സ്റ്റാർട്ട് ദി ഫുഡ് ബിസിനസ് ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദി സെറ്റ് പീരീഡ് ആൻഡ് ഇൻ സച്ച് എ കേസ്, ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ designated officer shall not refuse to issue license. അങ്ങനെയാണെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഒരിക്കലും എനിക്ക് ലൈസൻസ് നിഷേധിക്കാനാകില്ല. അതായത് ആദ്യമേ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പുള്ളിക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ എനിക്ക് തരാം ലൈസൻസ്, അല്ലെങ്കിൽ എനിക്ക് ലൈസൻസ് നിഷേധിക്കാം. പക്ഷെ 2 മാസത്തിനുള്ളിൽ പുള്ളി തീരുമാനത്തിൽ എത്തണം. ഈ 2 മാസമായിട്ടും ഒന്നെങ്കിൽ എനിക്ക് പുള്ളി ലൈസൻസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി എന്റെ ലൈസൻസ് നിഷേധിച്ചിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേ മുതൽ തന്നെ. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ലൈസൻസ് തരാതിരിക്കാനായിട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് സാധിക്കില്ല. അതായത് 2 മാസത്തിനുള്ളിൽ അയാൾ ഒരു തീരുമാനത്തിൽ എത്തിയില്ല, തരണോ വേണ്ടത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 2 മാസം കഴിയുമ്പോൾ എനിക്ക് എന്ത് തന്നേ പറ്റുള്ളൂ, ലൈസൻസ് തന്നേ പറ്റുള്ളൂ. അതാണ് ഈ സെക്ഷൻ പറയുന്നത്. ബട്ട് മേ ഇഫ് ഹി കൺസിഡേഴ്സ് നെസസറി ഇഷ്യൂ ആൻഡ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അണ്ടർ സെക്ഷൻ 32 ആൻഡ് ഫോളോ പ്രൊസീജിയേഴ്സ് ഇൻ ദിസ് റിഗാർഡ്. ലൈസൻസ് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ ലൈസൻസ് കൊടുത്തേ പറ്റും. പക്ഷെ ലൈസൻസ് കൊടുത്തിട്ട് എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ ലൈസൻസ് കൊടുക്കാം, പക്ഷെ അയാള് കറക്റ്റ് നമ്മുടെ ആക്ടിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ലൈസൻസ് എന്നിട്ടും കൊടുത്തേ പറ്റും, നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റും, 2 മാസത്തിനുള്ളിൽ തീരുമാനിക്കാത്തതുകൊണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്. അപ്പൊ എന്താ ചെയ്യാ, അത്തരം ഒരു സാഹചര്യമാണ് ലൈസൻസ് നിർബന്ധമായിട്ട് കൊടുക്കാം. കൊടുത്തതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഒരു ഇംപ്രൂവ്മെന്റ് പറയുക, അദ്ദേഹത്തിനോട് ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയക്കുക. എന്നിട്ട് ആവശ്യപ്പെടുക എന്തൊക്കെ കാര്യങ്ങളാണ് അയാള് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് വഴി ആവശ്യപ്പെടാം. എന്നിട്ട് ഇംപ്രൂവ്മെന്റ് നോട്ടീസിന്റെ പ്രൊസീജിയർ സെക്ഷൻ 32 പറയുന്നുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഇതാണ്. അപ്പം ബേസിക്കലി ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം ലിമിറ്റ് ആണ്. ടൈം ലിമിറ്റ് എന്താണെന്ന് പറയുന്നതാണ്, അതിങ്ങനെ വളച്ചു ചുറ്റി പറയുന്നത് മാത്രം. ടൈം ലിമിറ്റ് എന്താണെന്ന് ആപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള 2 months. 2 monthsനുള്ളിൽ ഒരു ആപ്ലിക്കേഷൻ ലൈസൻസിന് വേണ്ടിയുള്ളത് ഡിസൈഡ് ചെയ്തിരിക്കണം. 2 monthsനുള്ളിൽ ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്ട് ആയിട്ടും ഇല്ല, ലൈസൻസ് കൊടുത്തിട്ടും ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 2 monthsന് ശേഷം നിർബന്ധമായിട്ടും ലൈസൻസ് കൊടുക്കണം. ലൈസൻസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് പോരായ്മ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാനായിട്ട് സാധിക്കും സെക്ഷൻ 32 അനുസരിച്ച്. ഇനി a single license may be issued by the designated officer for 1 or more articles of food and also for different establishments or premises in the same area. ഞാനൊരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണ്. ഞാൻ ആ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വർക്ക് ചെയ്യുന്ന എന്താ പറയാ ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ എനിക്ക് 4 ഫുഡ് ബിസിനസ് ഓപ്പറേഷൻ നടത്തുന്ന ഷോപ്പുകളുണ്ടെന്ന് കരുതുക. ഈ 4 ഷോപ്പിന് ഞാൻ 4 ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല. ഒരു സെയിം ഏരിയയിൽ തന്നെയാണ് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഈ 4നും കൂടി ഞാൻ ഒറ്റ ലൈസൻസ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ തന്നെ ഞാൻ കുറെ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാസ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഇതിനെല്ലാം കൂടി ഞാൻ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ആർട്ടിക്കിൾസ് ഒരുപാട് ആർട്ടിക്കിൾസ് ഒരിടത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകൾ ഒരു ഏരിയയിലാണ് ഉള്ളതെങ്കിലോ ഒന്നിൽ കൂടുതൽ ലൈസൻസുകൾ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത്. ഒരു സിംഗിൾ ലൈസൻസ് കൊടുക്കാനായിട്ട് സാധിക്കും ഫോർ 1 or more articles of food. ഒന്നോ അതിൽ കൂടുതലോ ഫുഡ് ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് ഒറ്റ ലൈസൻസ് മതി. ആൻഡ് ഓൾസോ ഫോർ ഡിഫറെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊമൈസസ് ഇൻ ദി സെയിം ഏരിയ.
ഒരു ഏരിയയിലുള്ള ഡിഫറെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും ഒറ്റ ലൈസൻസ് മതി. ഒരു ഏരിയയിലുള്ള ഡിഫറെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ ആർട്ടിക്കിൾസ് ഫുഡ് ആർട്ടിക്കിൾസ് ആണെന്നെങ്കിൽ പോലും ഒറ്റ ലൈസൻസ്, ഒരു സിംഗിൾ ലൈസൻസ് മതിയാവും. പക്ഷെ ഒരാളായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഞാനാണ് പ്രൊഡ്യൂസർ, ഞാൻ ഒന്നിൽ കൂടുതൽ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ലൈസൻസ് എടുത്താൽ മതി. ഒന്നിൽ കൂടുതൽ ഏരിയയിൽ ഞാൻ പല പല ആർട്ടിക്കിൾസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ തന്നെ ആയിരിക്കാം, അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഒറ്റ ലൈസൻസ് എടുത്താൽ മതി. അതാണ് ഈ സെക്ഷൻ പറയുന്നത്. ഇനി if the articles of food are manufactured, stored, sold or exhibited for sale at different premises situated in more than one area. ഒരു ഏരിയയിലാണെങ്കിൽ ഒരു ലൈസൻസ് മതി നമ്മൾ പറഞ്ഞല്ലോ. ഒന്നിൽ കൂടുതൽ ഏരിയ ആണെങ്കിലോ, അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുകിൽ ഓരോ ഏരിയയിലും ഓരോരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഏരിയയിൽ ഞാൻ മാനുഫാക്ചർ ചെയ്യും, വേറൊരു ഏരിയയിൽ പോയിട്ടായിരിക്കും സെയിൽ ചെയ്യുക, മറ്റൊരു ഏരിയയിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, വേറൊരു ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്നു, ഇങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഏരിയയിൽ ഞാൻ പല പല കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് കൊടുക്കണം. ഓരോ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഷാൽ ബി മെയ്ഡ് ആൻഡ് സെപ്പറേറ്റ് ലൈസൻസ് ഷാൽ ബി ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് പ്രിമൈസസ്. ഒന്നിൽ കൂടുതൽ ഏരിയയിൽ എനിക്ക് ഓപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയിൽ ഞാൻ എന്താണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം, സെപ്പറേറ്റ് ലൈസൻസ് വാങ്ങിക്കണം. ഒരേ ഏരിയയിൽ തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതെങ്കിൽ പോലും ഒറ്റ ലൈസൻസ് മതി. ഒരിടത്ത് വരെ ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്താലും ഒറ്റ ലൈസൻസ് തന്നെ മതി. ഒരുപാട് ഏരിയകളിലായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയിലും അതത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തെടുക്കണം, ലൈസൻസ് എടുക്കണം. ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് റിജക്ട് ചെയ്യാം, അദ്ദേഹത്തിന് ലൈസൻസ് ഗ്രാന്റ് ചെയ്യാം, 2 മാസത്തിനുള്ളിൽ ലൈസൻസ് ഗ്രാന്റ് ചെയ്തില്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് തരാം. ഇങ്ങനെ കുറച്ച് വൈഡ് പവേഴ്സ് പുള്ളിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും തെറ്റായിട്ട് യൂസ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക, അപ്പീൽ പോകാം. അതാണ് അടുത്ത സെക്ഷൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ് 8. An appeal against the order of rejection for the grant of license shall lie to the Commissioner of Food Safety. Of course, designated officer head ചെയ്യുന്നത് അതോറിറ്റി ആരാണ്, കമ്മീഷണർ ആണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും രീതിയിൽ എനിക്ക് ലൈസൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റിജക്ഷൻ ഓഫ് ലൈസൻസ് ആണ്. എന്നെ ഹേർഡ് ചെയ്തു പുള്ളി, എനിക്ക് റിജക്ഷൻ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടാണ്, റീസൺസോട് കൂടിയാണ് റിജക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് കോപ്പി കിട്ടിയല്ലോ, കോപ്പി കിട്ടി തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് എന്ത് ചെയ്യാം, അപ്പീൽ പോകാം. ആരിലേക്ക്, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് എനിക്ക് അപ്പീൽ കൊടുക്കാം. എന്നിട്ട് പറയാം എന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു, തെറ്റായ രീതിയിലാണ് റിജക്ട് ചെയ്തിരിക്കുന്നത്, ഇന്ന് അപ്പീൽ ചെയ്യാനുള്ള അവകാശം എനിക്ക് ഉണ്ട്. ഇനി ടേം ഓഫ് ലൈസൻസ്. A license unless suspended or cancelled, സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ അത് എത്ര നാളത്തേക്ക് ഉണ്ടായിരിക്കും, ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ്. റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓരോ ലൈസൻസും എത്ര നാളായിരിക്കും ഫോഴ്സിൽ ഉണ്ടാവും എന്നുള്ളത്. അത്രയും നാളും ആ ലൈസൻസ് നിലവിൽ ഉണ്ടാകും. അൺലെസ് ആ ലൈസൻസ് എന്ത് ചെയ്തില്ലെങ്കിൽ, അതിന് മുന്നേ തന്നെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിലോ ക്യാൻസൽ ചെയ്തില്ലെങ്കിലോ. ഇനി പ്രൊവൈഡഡ് ദാറ്റ് if an application for a renewal of license is made before the expiry of the period of validity of the license shall continue to be in force until orders are passed on the application. നമുക്കൊരു 10 years ആണെന്ന് കരുതുക, റെഗുലേഷനിൽ പറയുന്ന സമയപരിധി. ഒരു ലൈസൻസ് ഫോഴ്സിൽ ഇരിക്കുന്നത് ഒരു 10 വർഷമാണെന്ന് കരുതുക. ഈ 10 വർഷത്തോളം എന്റെ ലൈസൻസ് വാലിഡ് ആണല്ലോ. ഇതിന്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ റിന്യൂ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ് റിന്യൂവലിന് വേണ്ടിയിട്ട് ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി വാലിഡിറ്റി പീരീഡ് ഓഫ് ദി ലൈസൻസ്. അങ്ങനെയാണെങ്കിൽ ലൈസൻസ് ഷാൽ കണ്ടിന്യൂ ടു ബി ഇൻ ഫോഴ്സ്. എത്ര നാളാണോ റിന്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എന്താ പറയാ നിലനിൽക്കുന്നത്, ആ ആപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ എത്ര സമയം എടുക്കുമോ അത്രയും സമയവും എന്റെ ഓൾഡ് ലൈസൻസ് നിലനിൽക്കും. അതായത് 10 വർഷമാണ് എന്റെ ലൈസൻസ് ഉള്ളത്. ഞാനൊരു 9ാമത്തെ വർഷമായപ്പം റിന്യൂ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. 10 വർഷം കഴിയുമ്പം എനിക്ക് ഉണ്ടായിരുന്ന ലൈസൻസ് ഇല്ലാണ്ടാകുമല്ലോ. 9ാമത്തെ വർഷം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് കരുതുക റിന്യൂ ചെയ്യാനായിട്ട്. ആ ആപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ ഒരു 3 വർഷം എടുത്തു എന്ന് കരുതുക. അതായത് 10ാമത്തെ വർഷം കഴിഞ്ഞു, 11ാമത്തെ വർഷവും കഴിഞ്ഞു, 12ാമത്തെ വർഷമാണ് ആ ആപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്തുകൊണ്ട് എനിക്ക് റിന്യൂവൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള അവകാശം എനിക്ക് തന്നിരിക്കുന്നത് 3ാമത്തെ വർഷമാണ്. അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ലൈസൻസ് കഴിഞ്ഞു. പിന്നെ 2 വർഷം ഞാൻ ലൈസൻസ് ഇല്ല, എനിക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല. 3ാമത്തെ വർഷം ഞാൻ റിന്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ ഡിസിഷൻ വന്നു, എനിക്ക് ലൈസൻസ് ഒന്നുകൂടെ റിന്യൂ ചെയ്ത് കിട്ടി, പിന്നീട് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ഒഴിവാക്കാനായിട്ട് ഈ സെക്ഷൻ എന്താ പറയുന്നത്, ഞാനൊരു റിന്യൂവൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ റിന്യൂവൽ ആപ്ലിക്കേഷൻ ഞാൻ കൊടുക്കുന്നത് ലൈസൻസ് വാലിഡിറ്റി തീരുന്നതിന് മുന്നേ ആണെങ്കിൽ, അതായത് 10 വർഷത്തിലുള്ള ലൈസൻസിന് മുന്നേ തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ റിന്യൂ ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ റിന്യൂവൽ ആപ്ലിക്കേഷന്റെ ഡിസിഷൻ വരുന്നത് വരെയും എനിക്ക് ഈ ലൈസൻസ് യൂസ് ചെയ്യാം.
എനിക്ക് കിട്ടിയ ലൈസൻസ് അത്രയും നാളും റിന്യൂവൽ ആപ്ലിക്കേഷന്റെ ഡിസിഷൻ വരുന്നത് എന്നാണോ അന്ന് വരെ എനിക്ക് ആ ലൈസൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ ദോ ടൈം പീരീഡ് കഴിഞ്ഞാലും. ടൈം പീരീഡ് എത്രയാണെന്ന് റെഗുലേഷനിലാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് 10 വർഷം ആയിരിക്കാം. അപ്പൊ റെഗുലേഷനിൽ എത്രയാണോ ടൈം പീരീഡ് കഴിയുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാൻ റിന്യൂവൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റിന്യൂ ചെയ്തതിന് ഡിസിഷൻ വരുന്നത് വരെ എനിക്ക് മറ്റേ ലൈസൻസിൽ ഓൾഡ് ലൈസൻസിൽ ഫുഡ് ബിസിനസ് നടത്താം. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ ഓഫ് ലൈസൻസ് ഇസ് മെയ്ഡ്, അപ്പം പക്ഷെ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി പീരീഡ് ഓഫ് വാലിഡിറ്റി ആയിരിക്കണം. അതായത് ഒറിജിനൽ ലൈസൻസിന്റെ വാലിഡിറ്റി തീർന്നിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകില്ല. ഒറിജിനൽ ലൈസൻസിന്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കണം റിന്യൂവലിന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിന്യൂവൽ ആപ്ലിക്കേഷന്റെ ഡിസിഷൻ വരുന്നത് വരെയും ഈ ഒറിജിനൽ ലൈസൻസ് യൂസ് ചെയ്യാം. ഒറിജിനൽ ലൈസൻസിന്റെ വാലിഡിറ്റി തീർന്നതിന് ശേഷമാണ് ഞാൻ റിന്യൂവലിന് കൊടുക്കുന്നതെങ്കിൽ ഈ പ്രൊവിഷൻ അപ്ലൈ ചെയ്യില്ല. ഇനി ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ലൈസൻസ് ഹോൾഡർ, ലൈസൻസ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ലൈസൻസ് ഹോൾഡർ മരിച്ചു പോയാൽ ദ ലൈസൻസ് ഷാൽ സബ്സിസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺസ് റെപ്രസെന്റേറ്റീവ്സ് ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി അണ്ടിൽ ദ എക്സ്പയറി ഓഫ്. ലൈസൻസ് ആരിലേക്ക് പോകും? ഡയറക്ട്ലി ഒന്നെങ്കിൽ റെപ്രസെന്റേറ്റീവിലേക്ക് പോകും അല്ലെങ്കിൽ ഫാമിലി മെമ്പറിലേക്ക് പോകും. അപ്പൊ ഈ റെപ്രസെന്റേറ്റീവും ഫാമിലി മെമ്പറും രണ്ടാണ്. ഫാമിലി, ഇനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഹെയർസ് ആണ്, ലീഗൽ ഹെയർസ്. അതായത് ആ വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അവകാശങ്ങൾ സ്വീകരിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാൾ, അതാണ് ലീഗൽ ഹെയർ. അച്ഛൻ മരിക്കുമ്പോൾ മക്കൾ അല്ലെങ്കിൽ വൈഫ് അങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ കേപ്പബിലിറ്റി ഉള്ള ലീഗൽ ഹെയർസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ലൈസൻസ് സ്വീകരിക്കാം. അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്, ഈ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ലീഗൽ ഹെയർസ് മാത്രമല്ല. അതായത് ആ വ്യക്തി മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ തന്റെ, നമ്മൾ ഈ പവർ ഓഫ് അറ്റോർണി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഞാൻ എന്റെ പവർ ഓഫ് അറ്റോർണി വഴി മറ്റൊരു വ്യക്തിയെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പകരം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും നമ്മൾ ലൈസൻസ് പോവുക. അപ്പം ഒന്നുകിൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, ജനറലി പോകുന്ന പോലെയാണ് ലീഗൽ ഹെയർസ് ആയിരിക്കാം. ആർക്കാന്ന് വെച്ചാൽ ലൈസൻസ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പാസ്സാവും. ഇനി അത് പാസ്സാവുന്നത് എത്ര നാളത്തേക്കായിരിക്കും? ദ പീരീഡ് ഓഫ് 3 months ബിഗിനിങ് വിത്ത് ഹിസ് ഡെത്ത്. അയാൾ മരിച്ച ആ ദിവസം മുതൽ 3 മാസത്തേക്കായിരിക്കും എനിക്ക് ആ ലൈസൻസ് അയാളുടെ പേരിൽ യൂസ് ചെയ്യാൻ സാധിക്കാം. പിന്നെ സച്ച് ലോങ്ങർ പീരീഡ് ആസ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ മേ അലോ. അതിൽ കൂടുതൽ എത്ര നാൾ വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം, ആര് സമ്മതിച്ചാൽ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ പെർമിഷൻ തന്നാൽ. അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ റെപ്രസെന്റേറ്റീവിനോ ഫാമിലി മെമ്പേഴ്സിനോ ആ ലൈസൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജനറലി ഒന്നെങ്കിൽ എത്ര നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഫോർ ദ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡെത്ത്. അയാൾ മരിച്ച 3 മാസത്തേക്ക്. അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അലോ ചെയ്യുന്ന എത്രയും സമയമാണോ അത്രയും സമയം എനിക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇംപ്രൂവ്മെന്റ് നോട്ടീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇംപ്രൂവ്മെന്റ് നോട്ടീസ് എന്താണെന്ന് ഒരു പ്രൊവിഷനിൽ നമ്മൾ പറഞ്ഞു. 2 മാസത്തിന് ശേഷവും ലൈസൻസ് ഗ്രാന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈസൻസ് റിജക്റ്റും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈസൻസ് നിർബന്ധമായിട്ട് കൊടുക്കാം. പക്ഷെ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് എന്ത് കൊടുക്കാം? ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളത് ആവശ്യപ്പെടാം ആ നോട്ടീസ് വഴി. എന്നിട്ട് അതിന്റെ പ്രൊസീജിയർ ചെയ്തു പോവാം. അതിന്റെ പ്രൊസീജിയർ എന്താണെന്നും ഇംപ്രൂവ്മെന്റ് നോട്ടീസ് എന്താണെന്നും പറയുന്നതാണ് സെക്ഷൻ 32. അപ്പൊ എന്താണ് സെക്ഷൻ 32? If the designated officer has reasonable ground for believing that any food business operator has failed to comply with any regulations or to which this section applies, he may, by a notice served on that food business operator in this act referred to as improvement notice. അപ്പൊ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഫീൽ ചെയ്യാണ് ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻസോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ അയാൾ ചെയ്യുന്നില്ല, അതായത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റെഗുലേഷൻസിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പാലിക്കപ്പെടുന്നില്ല, ആക്ടിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ വ്യക്തി പാലിക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തയക്കാം? ഒരു നോട്ടീസ് അയക്കാം. ആ നോട്ടീസിനെ നമ്മൾ ഈ ആക്ടിൽ വിളിക്കുന്ന പേരാണ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ്. അപ്പൊ ആ നോട്ടീസ് അയക്കുന്നത് എന്തൊക്കെയാണ് ആ നോട്ടീസിൽ ഉൾപ്പെടുത്തേണ്ടത്? ആദ്യം ഗ്രൗണ്ട്സ് ഫോർ ബിലീവിംഗ് ദാറ്റ് ദ ഫുഡ് ബിസിനസ് ഓഫീസർ ഹാസ് ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് റെഗുലേഷൻ. എന്ത് കാരണവശാലാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഫീൽ ചെയ്യുന്നത് ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം, അല്ല കംപ്ലൈ ചെയ്യുന്നില്ല, ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് തോന്നുകയാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല, ആക്ടോ റൂൾസോ റെഗുലേഷൻസോ പാലിക്കുന്നില്ല, അപ്പോഴാണല്ലോ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയക്കാം. എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ തോന്നിയത്? ആ റീസൺ എന്താണ്? അങ്ങനെ ഒരു തോന്നാൻ വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ആദ്യം ഗ്രൗണ്ട്സ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ബിലീഫ് തോന്നാനുള്ള ഗ്രൗണ്ട്സ്. അതിനുശേഷം സ്പെസിഫൈ ദ മാറ്റേഴ്സ് which constitute the food business operators failure so to comply. എന്തൊക്കെ ഗ്രൗണ്ട് ആണോ നമ്മൾ പറയാം, അദ്ദേഹം അഡൾട്ടറന്റ് യൂസ് ചെയ്യുന്നു, അങ്ങനെ എന്താണ് ഗ്രൗണ്ട് എന്ന് പറയാം. അത് കൂടാതെ തന്നെ
എന്തൊക്കെ മാറ്റേഴ്സ് ആണ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ അത് പാലിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ അയാൾ പാലിക്കാത്ത, എന്തൊക്കെ ഗ്രൗണ്ടാണ് അയാൾ, എന്തൊക്കെ ഗ്രൗണ്ട്സിലാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ആക്ച്വലി പാലിക്കാത്തത്. എനിക്ക് തോന്നുന്നതാണ് ഈ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ ഉണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങളത് പാലിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായി. പാലിക്കാത്തത് എന്താണ്? ഫുഡിൽ അഡൾട്രന്റ് ആഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫുഡ് എക്സ്പയർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്തുകൊണ്ടാണ്, കംപ്ലീറ്റ്ലി കുക്ക്ഡോ പ്രോപ്പർ കുക്ക്ഡ് ആയിരുന്നില്ല, ഫുഡ് സ്റ്റോറേജ് പ്രോപ്പർ ആയിരുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും കാരണവശാലായിരിക്കാം ആ ഫുഡ് പോയിസൺ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് ഗ്രൗണ്ട് ആണ് ഫുഡ് പോയിസൺ. എന്തൊക്കെ ഗ്രൗണ്ട് ആണ് എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റർ എന്താണ്? ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഫുഡിൽ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പം മാറ്റർ എന്താണെന്നുള്ളത് വിശദീകരിക്കുക, എന്ത് ഗ്രൗണ്ടിലാണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് വിശദീകരിക്കുക. പിന്നീട് specify the measures which in the opinion of the said authority food business operator must take in order to secure compliance. എന്നിട്ട് ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ മെഷേഴ്സ് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ കാര്യം ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന തെറ്റായ, നിങ്ങൾ പാലിക്കപ്പെടാത്ത കാര്യങ്ങൾ ശരിയായി മാറും, പാലിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇത് ഈ നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ ഇത് പാലിക്കപ്പെടുന്നുള്ളൂ എന്ന് പറയാനായിട്ട് എന്തൊക്കെയാണ് അയാൾ അത് ചെയ്യേണ്ടത്, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ത് ചെയ്താലാണ് അത് പാലിക്കപ്പെടുക എന്ന് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് തോന്നുന്നത്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി പിടിപ്പിക്കാം. അതാണ് മൂന്നാമതായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടത്. ഇനി require the food business operator to take those measures or measures which are at least equivalent to them within a reasonable period not less than 14 days as may be specified in the notice. ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനോട് ആവശ്യപ്പെടുക 14 ദിവസത്തിനുള്ളിൽ, ഒരു റീസണബിൾ പീരീഡ് ആണ്, ആ പീരീഡ് 14 ദിവസത്തിന് മുകളിലാകാനായിട്ട് പാടില്ല, മിനിമം 14 ദിവസം കൊടുക്കുക. ആ 14 ദിവസത്തിനുള്ളിൽ 14 ദിവസം കൊടുക്കുക. ആ 14 ദിവസമെങ്കിലും മിനിമം അയാൾക്ക് കൊടുത്തിരിക്കണം. അപ്പം 14 ദിവസം അതിൽ കൂടുതലുള്ള ഒരു സമയപരിധിയാണ് നമ്മൾ അയാൾക്ക് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ആവശ്യപ്പെടുക അയാളോട്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ പാലിക്കണം എന്ന് പറയാം. അപ്പം എന്താണ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് എന്ന് പറയുന്നത്? 32 ആണ് ഇംപ്രൂവ്മെന്റ് നോട്ടീസിനെ കുറിച്ച് പറയണത്. അതനുസരിച്ച് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഒരു റീസൺ ഒരു ഫീൽ ചെയ്യാണ് ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആക്ടിൽ പറയുന്ന കാര്യങ്ങളോ റൂൾസിലോ റെഗുലേഷനിലോ പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു നോട്ടീസ് അയക്കാം. ആ നോട്ടീസിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്, എന്തൊക്കെയാണ് അയാൾ പാലിക്കാത്തത് എന്ന് തോന്നുന്നത്, പിന്നീട് എന്ത് ചെയ്താലാണ് അത് പാലിക്കപ്പെടുന്നത്, എന്നിട്ടൊരു സമയപരിധി കൊടുക്കുക. ആ സമയപരിധി മിനിമം 14 ദിവസമെങ്കിലും കൊടുത്തിരിക്കണം അത് ഫുൾഫിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ടൈം എന്ന് പറയുന്നത് നോട്ട് ബീങ് ലെസ് ദാൻ 14 ഡേയ്സ് ആണ്, അതായത് മിനിമം 14 ഡേയ്സ് കൊടുക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ഇനി if the food business operator fails to comply with an improvement notice, his license may be suspended. നമ്മൾ സമയപരിധി കൊടുത്തിട്ട് പോലും ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല, പാലിക്കാൻ ശ്രമിക്കുന്നില്ല, അയാൾ അത് നേരെയാക്കാൻ ശ്രമിക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നിർത്തിവെക്കും, തടഞ്ഞു വെക്കും. അയാൾക്ക് ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അയാളുടെ ലൈസൻസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, അയാൾക്ക് ഫുഡ് ബിസിനസ് നടത്താനായിട്ട് സാധിക്കില്ല. ഇനി if the food business operator still fails to comply with the improvement notice, നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ട് പോലും ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല, ഇംപ്രൂവ്മെന്റ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ the designated officer may, after giving the licensee an opportunity to show cause, cancel the license granted to him. ഇവിടെ എന്തിനുള്ള പവർ ആണുള്ളത്, ക്യാൻസലേഷൻ ഉള്ള പവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നത്, if the food business operator still fail ആണ് കംപ്ലൈ ചെയ്യാനായിട്ട്, നമ്മൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് നോക്കിയിട്ട് പോലും ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അയാളുടെ ലൈസൻസ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. പക്ഷെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം, ആ പേഴ്സൺ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ആരാണ്, ലൈസൻസിക്ക് എന്ത് കൊടുക്കണം, ഒരു ഓപ്പർച്യൂണിറ്റി ടു ഷോ കോസ്, അതായത് കാരണം കാണിക്കാൻ പറയണം, നിങ്ങൾ എന്തുകൊണ്ടാണ് പാലിക്കാത്തത്, കാരണം കാണിക്കാനായിട്ട് ആവശ്യപ്പെടുക അയാളോട്. അതിനുശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അയാളുടെ അവകാശമാണ് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത്. ഈവൻ ദോ അയാൾ അത് പാലിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ ആ ലൈസൻസ് പെർമനന്റ്ലി സസ്പെൻഡ് ചെയ്യാൻ നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റും. പെർമനന്റ്ലി ആ റൈറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അയാളുടെ ഭാഗം കേൾക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടാണ്, അത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാളോട് ഷോ കോസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇനി aggrieved person by
ആൻ ഇംപ്രൂവ്മെന്റ് നോട്ടീസ്. അഗ്രീഡ് പേഴ്സൺ എന്ന് വെച്ചാൽ ഏത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനാണോ ഞാൻ ഈ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയച്ച് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്താലോ ലൈസൻസ് ക്യാൻസൽ ചെയ്തു എന്നോ കരുതുക. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കാരണം ഏതെങ്കിലും ഒരു വ്യക്തി അഗ്രീവ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അഗ്രീവ്ഡ് എന്ന് വെച്ചാൽ അയാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു, അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ആൻ ഇംപ്രൂവ്മെന്റ് നോട്ടീസോ അല്ലെങ്കിൽ refusal to issue a certificate as to ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ cancellation or suspension or revocation of license under this act. ക്യാൻസൽ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തു ലൈസൻസ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ റിവോക്ക് ചെയ്യുകയോ ചെയ്തു ലൈസൻസ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയച്ചു. ഇതാണ് refusal to issue a certificate as to ഇംപ്രൂവ്മെന്റ്. എന്താണ് ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർക്ക് നമ്മൾ അയച്ചു എന്ന് കരുതുക. ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയച്ചു. അങ്ങനെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആ ഇംപ്രൂവ്മെന്റ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തു എന്ന് കരുതുക. ഇംപ്രൂവ്മെന്റ് നോട്ടീസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സമയപരിധിക്കുള്ളിൽ തന്നെ അവർ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു സർട്ടിഫിക്കറ്റ് as to ഇംപ്രൂവ്മെന്റ് കൊടുക്കണം. അതായത് ആ സർട്ടിഫിക്കറ്റ് as to ഇംപ്രൂവ്മെന്റിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാൻ ഇംപ്രൂവ്മെന്റ് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അതെല്ലാം നീ ഫുൾഫിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇയാൾക്ക് കൊടുക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി ഫുൾഫിൽ ചെയ്തു എന്നാണ് ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പൊ ഈ ഒരു ഇയാളെ ഫുൾഫിൽ ചെയ്തു എന്നിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുത്തു, അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അഗ്രീവ്ഡ് ആണെങ്കിൽ എനിക്ക് അപ്പീൽ പോകാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കിട്ടി, അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും എനിക്ക് സർട്ടിഫിക്കറ്റ് as to ഇംപ്രൂവ്മെന്റ് തരുന്നില്ല. ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരണം, അത് തരുന്നില്ല. അല്ലെങ്കിൽ എന്റെ ഇംപ്രൂവ്മെന്റ് നോട്ടീസിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ലൈസൻസ് ഇവർ സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ പെർമനന്റ്ലി റിവോക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതുക. അങ്ങനെ ഇംപ്രൂവ്മെന്റ് നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആരിലേക്ക് അപ്പീൽ ചെയ്യുക? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, ഹൂസ് ഡിസിഷൻ ഷാൽ ബി ഫൈനൽ. ഫൈനൽ എന്ന് വെച്ചാൽ ഇനി ഒരു സെക്കൻഡ് അപ്പീൽ ഇല്ല. ലാസ്റ്റ് എനിക്ക് അപ്പീൽ പോകാൻ പറ്റുന്നത് ആരിലേക്കാണ്? ഇല്ല, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി വരെ പോകാൻ പറ്റും. നമ്മൾ നേരത്തെയും ഒരു അപ്പീൽ പ്രൊവിഷൻ പറയുന്നുണ്ടായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കണ്ടില്ല. അവിടെയും കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയിലേക്ക് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് അപ്പീൽ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കണ്ടില്ല, സെക്കൻഡ് അപ്പീൽ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ നമ്മൾ കണ്ടില്ല. ലൈസൻസിന്റെ കേസിൽ നമ്മൾ ആദ്യം അപ്പീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല, സെക്കൻഡ് അപ്പീൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഫൈനൽ ആയിരിക്കും എന്നൊരു പ്രൊവിഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയുടെ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് അപ്പീലെ ട്രൈബ്യൂണൽ ഉണ്ട് ആക്ടിൽ തന്നെ. ആ അപ്പീലെ ട്രൈബ്യൂണലിലേക്ക് അപ്പീൽ പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്പീൽ പോകാം, അയാളുടെ ഡിസിഷൻ ഫൈനൽ ആണ്. അതായത് മറ്റൊരു ഡിസിഷൻ ഇനി ഇല്ല, ലാസ്റ്റ് അപ്പീൽ ഇതാണ്. അപ്പൊ ഏതൊക്കെ കേസിലാണ്? ഈ ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ ആണ് ക്ലോസ് 4 പറയണത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ എന്തൊക്കെയാണ്? ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയച്ചു, അതിൽ അഗ്രീവ്ഡ് ആണ് ഞാൻ, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല, ഞാൻ ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ എന്റെ ലൈസൻസ് ഫുഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ റിവോക്ക് ചെയ്യുകയോ ചെയ്തു. ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ ഞാൻ അഗ്രീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആറിലേക്ക് അപ്പീൽ കൊടുക്കുക, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയിലേക്ക് അപ്പീലിലേക്ക് കൊടുക്കുക, അയാളുടെ ഡിസിഷൻ ഫൈനൽ ആണ്, സെക്കൻഡ് അപ്പീൽ ഇല്ല. ഇനി ടൈം പീരീഡ് ഫോർ അപ്പീൽ. അപ്പീൽ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. എത്ര സമയത്തിനുള്ളിലായിരിക്കണം ഞാൻ അപ്പീൽ കൊടുക്കേണ്ടത്? ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കിട്ടി, അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഇംപ്രൂവ്മെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ട എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് അപ്പീൽ കൊടുക്കാം? അങ്ങനെ ടൈം പീരീഡ് എന്താണ്? 15 days from the date on which notice of the decision was served on the person desiring to appeal. 15 daysനുള്ളിലായിരിക്കണം. അതായത് എന്നാണോ ഞാൻ മനസ്സിലാക്കിയത്, എന്നാണ് എനിക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കിട്ടുന്നതാണ് എന്റെ പ്രശ്നമെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ. ഇംപ്രൂവ്മെന്റ് നോട്ടീസിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ഞാൻ അത് അപ്ലൈ ചെയ്തു, എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ തരൂ എന്ന് പറഞ്ഞ് എനിക്ക് അപ്ലൈ ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ വന്നു, എനിക്ക് തന്നില്ല, സർട്ടിഫിക്കറ്റ് തന്നില്ല എന്നാണ് അവരുടെ ഡിസിഷൻ എങ്കിൽ ആ ഡിസിഷൻ വന്ന് 15 ദിവസത്തിനുള്ളിൽ. അല്ല, ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കാരണം എനിക്ക് സസ്പെൻഷൻ ഉണ്ടായി, അത് തൊട്ട് 15 ദിവസത്തിനുള്ളിൽ. അല്ല, ഇംപ്രൂവ്മെന്റ് ലൈസൻസ് കാരണം എന്റെ ലൈസൻസ് റിവോക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ. അപ്പം എന്താണോ നമ്മളുടെ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് ഉണ്ടായ ദിവസം മുതൽ 15 ദിവസത്തിനുള്ളിലായിരിക്കണം ഞാൻ ആരിലേക്ക് അപ്പീൽ പോകേണ്ടത്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയിലേക്ക് അപ്പീൽ പോകേണ്ടത്. ഇനി ഇൻ ദ കേസ് ഓഫ് ആൻ അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ 1
the said period or the period specified in the improvement notice whichever expires earlier. ഇംപ്രൂവ്മെന്റ് നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അപ്പീൽ പോകുന്നതെങ്കിൽ, അതായത് സബ്സെക്ഷൻ 1 എന്താണ് പറയുന്നത്, ഇംപ്രൂവ്മെന്റ് നോട്ടീസ് അയക്കുകയാണ്. ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ആയിട്ടാണ് ഞാൻ എന്താ പറയാ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസിൽ പറയുമല്ലോ ഇത്ര ദിവസത്തിനുള്ളിലാണ് നീ കാര്യം ചെയ്ത് തീർക്കേണ്ടത്, ഈ മെഷേഴ്സ് നീ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്താലാണ് നീ എന്ത് ചെയ്യാൻ പറ്റുക, പ്രോപ്പർ ആകും, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സമയപരിധി ഉണ്ടല്ലോ. മിനിമം 15 ദിവസം ആയിരിക്കണം, നമ്മൾ 14 ദിവസം ആയിരിക്കണം നമ്മൾ പറഞ്ഞു. അപ്പൊ ഒന്നെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അപ്പീൽ പോകുന്നതെങ്കിൽ ഒന്നെങ്കിൽ ആ പീരീഡ് കഴിയുന്ന ദിവസത്തിന്റെ അന്ന് മുതൽ എനിക്ക് അപ്പീൽ പോകാം, അല്ലെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞ് ആ പീരീഡ് ആണോ 15 ദിവസം കഴിഞ്ഞിട്ടുള്ള എനിക്ക് അപ്പീൽ പോകാം. അപ്പൊ ഏതാണ് ഏർലി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ആൻ അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ 1, the said period or the period specified in the improvement notice whichever is earlier. ഒന്നെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസിൽ പറയുന്ന പീരീഡ് ഒരു 30 ദിവസം ഉണ്ടെന്ന് കരുതുക. ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കിട്ടി 30 ദിവസം വരെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഇംപ്രൂവ്മെന്റ് നോട്ടീസിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട്. ഈ 30 ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ എനിക്ക് അപ്പീൽ പോകണം. ആ ഇംപ്രൂവ്മെന്റ് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഏതാണ് ഏർലി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 15 ദിവസത്തെ പീരീഡ് ആണോ ആദ്യം അവസാനിക്കുക, അതോ ഇംപ്രൂവ്മെന്റ് നോട്ടീസിൽ തന്നിരിക്കുന്ന സമയമാണോ ആദ്യം അവസാനിക്കുക? ഏതാണ് ആദ്യം അവസാനിക്കുന്നത് ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ പോകണം. അപ്പൊ നിർബന്ധമായിട്ടും ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കിട്ടിയത് ഫുൾഫിൽ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അപ്പീൽ പോകണം. അപ്പൊ 15 days ആണ് നോർമൽ അപ്പീൽ പീരീഡ്. ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ആണെങ്കിൽ മാത്രമാണ് ഇംപ്രൂവ്മെന്റ് നോട്ടീസിലുള്ള സമയമാണോ ആദ്യം അവസാനിക്കുന്നത് അതോ 15 days ആണോ ആദ്യം അവസാനിക്കുന്നത് നോക്കുക. സമയമാണ് ആദ്യം അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ സമയത്തിനുള്ളിൽ അപ്പീൽ നമ്മൾ പോകണം. ഏതാണ് ആദ്യം സംഭവിക്കുന്നത്, ഏതാണ് ആദ്യം അവസാനിക്കുന്നത്, അതനുസരിച്ചാണ് എപ്പോഴാണ് അപ്പീൽ പോകേണ്ടത് തീരുമാനിക്കുന്നത്. ഇനി സെക്ഷൻ 33. അപ്പൊ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഇത്രയേ ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആണ് അയക്കുന്നത്, ഏതൊക്കെ കാരണത്തിലാണ് അയക്കുന്നത്, കോൺസിക്വൻസ് എന്താണ്, അപ്പീൽ പോകാം, ടൈം പീരീഡ് എന്താണ്, ഇത്രയാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് നോട്ടീസിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നതാണ് പ്രൊഹിബിഷൻ ഓർഡർ, സെക്ഷൻ 33. ഇതുപോലെ തന്നെ പാസ് ചെയ്യുന്ന ഒരു ഓർഡർ ആണ് പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, പ്രൊഹിബിറ്റ് ചെയ്യാണ്. സെയിൽ ആയിരിക്കാം, മാനുഫാക്ചർ ആയിരിക്കാം, ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, എന്തോ സ്റ്റോറേജ് ആയിരിക്കാം, എന്തൊക്കെയോ പ്രൊഹിബിറ്റ് ചെയ്യാണ്, തടഞ്ഞു വെക്കുകയാണ് ഈ ഓർഡർ വഴി. അപ്പോ ഇത് ഇമ്പോസ് ചെയ്യുന്നത് ആരാണ്? കോർട്ടാണ്. പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇമ്പോസ് ചെയ്യുന്നത് കോർട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ഓർഡേഴ്സും ഇമ്പോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കും കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആയിരിക്കും. ഇതുവരെ നമ്മൾ ഈ അതോറിറ്റിക്ക് പുറത്ത് മറ്റാരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കോർട്ടാണ് എന്ത് ഇമ്പോസ് ചെയ്യുന്നത്? പ്രൊഹിബിഷൻ ഓർഡർ ഇമ്പോസ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇമ്പോസ് ചെയ്യുന്നത്? എപ്പോഴാണ് ഇമ്പോസ് ചെയ്യുന്നത്? എനി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈസ് കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട്. ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒഫൻസിൽ കോടതി വഴി ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ നടത്തുന്ന എന്ത് ബിസിനസ് ആണോ അത് പ്രൊഹിബിറ്റ് ചെയ്യാം കോർട്ടിന്. ഇനി the court by or before which he is so convicted is satisfied that the health risk exists with respect to that food business. മാത്രമല്ല കോർട്ടിന് തോന്നുകയാണ് ആ വ്യക്തി ഏത് ബിസിനസ് ആണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ ഒരു ഹെൽത്ത് റിസ്ക് ഉണ്ട്, ഹെൽത്ത് റിസ്കിയാണ്, ആ ബിസിനസ് അത്ര കൊള്ളില്ല, ഫുഡ് അത്ര കൊള്ളില്ല, അത് കഴിക്കുന്നതോറും ആൾക്കാരുടെ ഹെൽത്ത് റിസ്കിലാണ് എന്ന് തോന്നുകയാണ് കോർട്ടിന്. അതുപോലെ തന്നെ ഈ 2 ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ആൻഡ് എന്ന് പറയുന്ന വാക്കാണ്. അതായത് പ്രൊഹിബിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമത് ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കൺവിക്ട് ചെയ്തിരിക്കണം, ഒരു ഒഫൻസിന് പണിഷ് ചെയ്യണം. പണിഷ് ചെയ്യുന്ന കൂടാതെ കോടതിക്ക് തോന്നുകയും കൂടി വേണം ആ വ്യക്തി നടത്തുന്ന ഫുഡ് ബിസിനസ് എന്താണോ ആ ഫുഡ് ബിസിനസ് ഹെൽത്തിന് റിസ്ക് ആണ് എന്ന് തോന്നണം. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചാൽ മാത്രമേ, ഇവിടെ ആൻഡ് എന്ന് പറയുന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ ബിസിനസ് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് ഓറായിരുന്നെങ്കിൽ ഒന്നുകിൽ കൺവിക്ട് ചെയ്താൽ നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്യാം, അല്ല കൺവിക്ട് ചെയ്യണം നിർബന്ധമില്ല, ആ വ്യക്തിയുടെ ബിസിനസ് എന്താ പറയാ റിസ്ക് ആണെന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ പ്രൊഹിബിറ്റ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്താൽ പ്രൊഹിബിറ്റ് ചെയ്യാം ഓറായിരുന്നുവെങ്കിൽ. പക്ഷെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ആൻഡ് ആണ്, രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രമേ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി ആഫ്റ്റർ ഗിവിംഗ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് മേ ബൈ ഓർഡർ ഇമ്പോസ് ദ ഫോളോയിങ് പ്രൊഹിബിഷൻസ്. അപ്പം പ്രൊഹിബിറ്റ് ചെയ്യാം, പക്ഷെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രൊഹിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. അപ്പൊ അയാൾക്ക് എന്ത് കൊടുക്കണം? നമ്മൾ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കണം. പ്രൊഹിബിഷൻ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എന്തുകൊണ്ട് പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടില്ല, എന്താണ് നിങ്ങളുടെ റീസൺ എന്ന് നമ്മൾ അയാളോട് ആവശ്യപ്പെടുക. അത് അയാൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം കോർട്ട് ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടുള്ളൂ.
ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പോലും അയാളോട് നമ്മൾ ആദ്യം ചോദിക്കണം, അയാളുടെ ഭാഗം കേൾക്കണം, റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, എന്നിട്ട് മാത്രമേ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പ്രൊഹിബിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പ്രൊഹിബിഷൻസ് ആണ് ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒന്ന്, എ പ്രൊഹിബിഷൻ ഓൺ ദി യൂസ് ഓഫ് ദി പ്രോസസ് ഓർ ട്രീറ്റ്മെന്റ് ഫോർ ദി പേർപ്പസ് ഓഫ് ദി ഫുഡ് ബിസിനസ്. ഒന്നുകിൽ നമുക്ക് എന്ത് പ്രൊഹിബിറ്റ് ചെയ്യാം? ബിസിനസ് ഫുള്ളി പ്രൊഹിബിറ്റ് ചെയ്യണം. പകരം നമുക്ക് ആവശ്യപ്പെടാം ഈ മാർഗത്തിലൂടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ഈ ഫുഡിനെ ഈ രീതിയിലുള്ള പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷന്റെ പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രൊഡക്ഷന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് ചെയ്യേണ്ടത് നോർമലി. ഇവരെന്താ ചെയ്യുന്നത്? ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളത്തിൽ മുക്കിയിട്ടാണ് ആ ഫുഡിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ആ വസ്തു കഴുകുന്നത് പച്ചവെള്ളത്തിലാണെന്ന് കരുതുക. അപ്പൊ ആ പ്രോസസ് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഹിബിറ്റ് ചെയ്യാം. എന്നിട്ട് പറയാം ഇതല്ല ചെയ്യേണ്ടത്, ചൂടുവെള്ളത്തിൽ മുക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ഒരു പ്രോസസ്സ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഹിബിറ്റ് ചെയ്യാം. അതാണ് ആദ്യം പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓൺ ദ യൂസ് ഓഫ് പ്രിമൈസസ് ഓർ എക്യുപ്മെന്റ്സ് ഫോർ ദി പർപ്പസ് ഓഫ് ദി ഫുഡ് ബിസിനസ് ഓർ എനി അതർ ഫുഡ് ബിസിനസ് ഓഫ് ദി സെയിം ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വസ്തുവിന്റെയോ എക്യുപ്മെന്റിന്റെയോ പ്രിമൈസിന്റെയോ യൂസ് പ്രൊഹിബിറ്റ് ചെയ്യാം. അതായത് ഈ വസ്തു അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്, ഈ ഉപകരണം നിങ്ങൾ ഈ ഫുഡ് ബിസിനസ്സിന് യൂസ് ചെയ്യാനേ പാടില്ല എന്ന് പ്രൊഹിബിറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു പ്രൊഹിബിഷൻ ആ വ്യക്തിയുടെ ഫുഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം നിർബന്ധമില്ല. ആ വ്യക്തി ഉണ്ടാക്കുന്ന ക്ലാസ് ഓഫ് ഫുഡ് ഐറ്റംസ് എന്താണോ ആ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന എല്ലാ മാനുഫാക്ചേഴ്സിലേക്കും ആ പ്രൊഹിബിഷൻ നീളാം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ നൂഡിൽസ് ഉണ്ടാക്കുകയാണെന്ന് കരുതുക. ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ എക്യുപ്മെന്റ് വേണ്ട എന്നൊരു പ്രൊഹിബിഷൻ ആണ് കോടതി വെക്കുന്നതെന്ന് കരുതുക. രണ്ട് രീതിയിൽ ഈ പ്രൊഹിബിഷൻ കോടതിക്ക് വെക്കാം. ഒന്നുകിൽ ഈ വ്യക്തിയോട്, ഏത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണോ കൺവിക്ട് ചെയ്യപ്പെട്ടത് ആ വ്യക്തിയോട് മാത്രം ആവശ്യപ്പെടാം നിങ്ങൾ ഈ എക്യുപ്മെന്റിന് യൂസ് ചെയ്യാൻ പാടില്ല, അത് ഞാൻ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് എന്ന് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ നൂഡിൽസ് മാനുഫാക്ചറിംഗിൽ ഏർപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരോടും ജനറലി കോടതിക്ക് ഈ ഒരു ഓർഡർ വഴി ആവശ്യപ്പെടാം. എന്ത്? ഞാൻ ഈ ഒരു സംഭവമേ പ്രൊഹിബിറ്റ് ചെയ്യാണ്, നൂഡിൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ആരും ഈ എക്യുപ്മെന്റ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ആദ്യം നമ്മൾ പറഞ്ഞത് ആ വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമേ കോടതിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് ഏതെങ്കിലും ഒരു പ്രോസസ് ആണ് കോടതി പ്രൊഹിബിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആരായിരിക്കണം? ആ ഫുഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു പ്രിമൈസിന്റെ യൂസോ എക്യുപ്മെന്റിന്റെ യൂസോ ആണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, മറ്റെന്തെങ്കിലും ഫുഡ് ബിസിനസ്സിലോ മറ്റെന്തെങ്കിലും ക്ലാസ്സിലോ ഡിസ്ക്രിപ്ഷനോ ഉള്ള ഫുഡ് ഐറ്റം ആണെങ്കിൽ പോലും ഇമ്പോസ് ചെയ്യാം. ഇപ്പൊ നൂഡിൽസ് തന്നെയാണ്, നൂഡിൽസിൽ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതേ എക്യുപ്മെന്റ് തന്നെ വെർമിസെല്ലി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ക്ലാസ് ഓഫ് ഫുഡ് ഐറ്റം ആണ്, രണ്ട് ഫുഡ് ബിസിനസ് ആണ്. എങ്കിൽ പോലും ഈ എക്യുപ്മെന്റ് രണ്ടിലും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് കോടതിക്ക് ഈ ഫുഡ് നൂഡിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് ഡിസൈഡ് ചെയ്യുമെന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? നൂഡിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസിലാത്താണ് കോടതി പറയുന്നത് ഈ പ്രോസസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നൂഡിൽസ് ബിസിനസ്സുകാർക്ക് മാത്രമേ അഫക്ട് ചെയ്യൂ. പക്ഷെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? വേണമെങ്കിൽ ആ ഒരു പ്രൊഹിബിഷൻ നൂഡിൽസ് മാത്രം ഉണ്ടാക്കുന്നവർക്ക് മാത്രമല്ല, മറ്റേത് ഫുഡ് ക്ലാസ് ഓഫ് ബിസിനസ് ഉണ്ടാക്കുന്ന ആൾക്കാരിലേക്ക് വേണമെങ്കിലും നീട്ടി പറയാനുള്ള അവകാശം കോടതിക്കുണ്ട്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, പ്രൊഹിബിഷൻ കൊണ്ടുവരാം എന്തുമായിട്ടാണ്? യൂസ് ഓഫ് പ്രിമൈസസ് ഓർ എക്യുപ്മെന്റ്സ് ഫോർ ദി പർപ്പസ് ഓഫ് എനി ഫുഡ് ബിസിനസ്. ഇനി ഇതൊന്നും കൂടാതെ ഈ വ്യക്തി, നമ്മൾ പണിഷ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ് ആയിരിക്കണമെന്നില്ല, ഏത് ഫുഡ് ബിസിനസ്സിന് വേണമെങ്കിലും എന്ത് പ്രൊഹിബിഷൻ കൊണ്ടുവരാനുള്ള അവകാശം കോടതിക്കുണ്ട്. അപ്പൊ പ്രൊഹിബിഷൻ ഓർഡേഴ്സ് എന്ന് പറയുന്നത് കോടതി സെക്ഷൻ 32 അനുസരിച്ച് പാസ്സാക്കുന്ന ഓർഡറുകളാണ്. ആ ഓർഡറുകൾ പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ കോടതിക്ക് എന്താവശ്യമാണ്? ഒരു വ്യക്തി ഒരു ആക്ടിന്റെ കോൺട്രവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വ്യക്തിയെ എന്ത് ചെയ്തിരിക്കണം? പണിഷ് ചെയ്തിരിക്കണം. സോറി, സെക്ഷൻ 33 ആണ്. ഒരു വ്യക്തിനെ ഒരു ആക്ടിന്റെ കോൺട്രവെൻഷനുമായിട്ട് നമ്മൾ പണിഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കോടതിക്ക് തോന്നണം ആ വ്യക്തി ഇൻവോൾവ് ചെയ്യുന്ന ബിസിനസ്, ഫുഡ് ബിസിനസ് കാരണം എന്തെങ്കിലും ഒരു ഹെൽത്ത് റിസ്ക് പബ്ലിക്കിന് ഉണ്ട് എന്ന് തോന്നണം. ഈ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് വന്നാൽ മാത്രമേ പ്രൊഹിബിഷൻ ഓർഡർ ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്തൊക്കെ പ്രൊഹിബിഷൻസ് ചെയ്യാം? ഒരു പ്രോസസ്സ് മാത്രം പ്രൊഹിബിറ്റ് ചെയ്യാം ഒരു പെർട്ടിക്കുലർ ഫുഡ് ബിസിനസിന്റെ. ഒരു ഫുഡ് ബിസിനസ് പ്രോസസിന്റെയോ ഒരു ക്ലാസ് ഓഫ് ഫുഡ് ബിസിനസ്സുകളെയോ ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഫുഡ് ബിസിനസ്സുകളെയോ അഫക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റോ പ്രിമൈസസിന്റെ യൂസ് പ്രൊഹിബിറ്റ് ചെയ്യാം. കൂടാതെ മറ്റെന്ത് വേണമെങ്കിലും ഏത് ബിസിനസ്സിന് വേണമെങ്കിലും പ്രൊഹിബിറ്റ് ചെയ്യാം.